ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള 5ാം ടെസ്റ്റിന്റെ 3ാം ദിവസം എന്തൊക്കെ സംഭവിച്ചു എന്ന് നോക്കാം. കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ട് 2ാം ഇന്നിംഗ്സിൽ 1 വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസ് നേടിയിട്ടുണ്ട്. അവസാന ഓവറിൽ ജാക്ക് റോളി 14 റൺസ് എടുത്ത് പുറത്തായതോടെ മത്സരം അവസാനിപ്പിച്ചു. നിലവിൽ 9 വിക്കറ്റ് കയ്യിലിരിക്കെ ഇംഗ്ലണ്ടിന് വിജയിക്കാൻ 324 റൺസ് വേണം. അതേസമയം ഇന്ത്യക്ക് 9 വിക്കറ്റുകൾ നേടിയാൽ വിജയിക്കാനും സാധിക്കും. 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 75-2 എന്ന നിലയിലാണ് 3ാം ദിവസം കളി ആരംഭിച്ചത്. 3ാം വിക്കറ്റിൽ 118 റൺസ് എടുത്ത ഓപ്പണർ യശസ്വി ജയ്സ്വാളും 66 റൺസ് നേടിയ നൈറ്റ് വാച്ച്മാൻ ആകാശ് ദീപും ചേർന്ന് 107 റൺസിന്റെ മികച്ച കൂട്ടുകെട്ടാണ് സൃഷ്ടിച്ചത്. ഇത് ടീമിനെ പരാജയത്തിൽ നിന്നും കരകയറ്റുകയായിരുന്നു. പിന്നീട് ശുഭ്മാൻ ഗില്ല് 11 റൺസും കരുൺ നായർ 17 റൺസും എടുത്തു പുറത്തായി. രവീന്ദ്ര ജഡേജ 53 റൺസും ധ്രുവ് ജൂറൽ 34 റൺസും വാഷിംഗ്ടൺ സുന്ദർ 46 പന്തിൽ 53 റൺസ് നേടി അത്ഭുതകരമായിട്ട് തന്നെയാണ് ഇന്നിംഗ്സ് കളിച്ചത്. അതുവഴി 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് 396 റൺസ് നേടാനും സാധിച്ചു. 2ാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ടിന് വിജയിക്കാൻ 374 റൺസിന്റെ വിജയലക്ഷ്യവും ഇന്ത്യ അവർക്ക് മുന്നിൽ വെച്ചു. ജോസ് ടോങ് 5 വിക്കറ്റുകൾ വീഴ്ത്തി. ഗസ് അറ്റിൻസൺ 3 വിക്കറ്റും ജാമി ഓവർട്ടൺ 2 വിക്കറ്റും നേടി. 2ാം ഇന്നിംഗ്സിൽ 13.5 ഓവറിൽ ഇംഗ്ലണ്ട് 1 വിക്കറ്റ് നഷ്ടത്തിൽ 50 റൺസ് നേടിയിട്ടുണ്ട്. ബെൻ ഡക്കറ്റ് 34 റൺസുമായി ഗ്രീസിലുണ്ട്. ജാക്ക് റോളി 16 റൺസ് എടുത്ത് മുഹമ്മദ് സിറാജിന്റെ പന്തിൽ പുറത്തായി.